നമസ്തേ, എല്ലാവർക്കും നമസ്തേ. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി ഒഫീഷ്യൽ. സോ ഇന്ന് ഞാൻ എന്താണ് ഇങ്ങനെയൊക്കെ പാലുമില്ല, അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല, എന്താ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. വേറൊന്നുമല്ല, എനിക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് എല്ലാവരോടും പറയാനായിട്ട്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ് ടു ഷെയർ ദിസ് വിത്ത് യു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു മോഹിനിയാട്ടം പ്രാക്ടീഷണറാണ്. ഞാൻ പഠിച്ച് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചൊരു സ്വന്തമായ ഒരു ഡാൻസ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു സ്വപ്നം തന്നെയാണ് അല്ലേ. സോ എനിക്കും അതുപോലെ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് ഒരു മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3-4 വർഷമായിട്ട് ബാംഗ്ലൂർ എന്ന് പോയോ ആ സമയം മുതൽ നമ്മൾ മോഹിനിയാട്ടം ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നമ്മുടെ സ്പേസിൻ്റെ പേര് ആര്യ മോഹനം, എ സ്പേസ് ഓൺലി ഫോർ മോഹിനിയാട്ടം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയിരുന്നു. നമുക്കറിയാം, കോവിഡിൻ്റെ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഒബ്വിയസ്ലി എവറി വൺ ഇസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ത്രൂ ഓഫ്ലൈൻ. ആർക്കും പുറത്ത് പോകാൻ പാടില്ല, ആർക്കും വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. സോ ഫൈനലി ഇപ്പോഴാണ് ഒരു റൈറ്റ് ടൈം ഉണ്ടല്ലോ നമുക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്താ പറയുക, എനിക്കും പൊതുവെ പേഴ്സണലി എനിക്കും അത് നമ്മൾ ഒരു കല പഠിക്കുമ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെ പഠിച്ചു വന്നത്. ഇപ്പോഴാണ് നമ്മൾ പഠിപ്പിക്കാനൊക്കെ തുടങ്ങുമ്പോഴാണല്ലോ ഇതൊക്കെ ഓൺലൈൻ ആവുന്നത്. സോ എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഓഫ്ലൈൻ പഠിപ്പിക്കുന്നതിനോടാണ് വളരെ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. സോ എന്താ പറയുക, ഒരു റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോഴാണ് നമുക്ക് ആ സമയം വന്ന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും തുടങ്ങുവാണ് ഒരു ഡാൻസ് സ്കൂൾ ഓൺലി ഫോർ മോഹിനിയാട്ടം. ഞാൻ ഇപ്പോഴും പറയുവാണ്, നമ്മുടെ സ്കൂളിൽ മോഹിനിയാട്ടത്തിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോ യെസ് യാ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ വൈക്കം, എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അവിടെയാണ്. സോ ഞാൻ അവിടെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ബ്രാഞ്ച് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈക്കത്താണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. വൈക്കം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എവിടെയാണെന്ന് അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ വൈക്കത്തെ ഉപ്പ് സത്യാഗ്രഹം മുതൽ വൈക്കത്ത് അഷ്ടമി ഇതൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വൈക്കം മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അമ്പലത്തിന് തൊട്ടടുത്ത് തെക്കേ നട, 4 നടയാണ് നമുക്കുള്ളത്. അതിൽ തെക്കേ നടയിലാണ് നമ്മുടെ സ്റ്റുഡിയോ ആര്യമോഹനത്തിൻ്റെ ക്ലാസ് വരുന്നത്. തെക്കേ നടയിൽ കൈലാസ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത്. സോ എല്ലാവരും എന്നല്ല, ഇഷ്ടമുള്ളവർ മോഹിനിയാട്ടം പഠിക്കാൻ എന്താ പറയുക, ഒരു സ്പേസ് നോക്കി നിൽക്കുന്നവർ ആരാണെങ്കിലും പ്ലീസ് ഡു കം, പഠിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. അതൊന്നും നിങ്ങളോടൊക്കെ കൂടെ പറയണം എന്നുണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ ഈ വരുന്ന, അതായത് ഇപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് April 7th ആണ്. അപ്പോൾ ഈ 25-ാം തീയതി, April 25-ാം തീയതി രാവിലെ 9 മണിക്കും 9:20 ഇടയ്ക്കാണ് നമ്മൾ ഉദ്ഘാടനം വരുന്നത്. ഇതിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ അതുകൊണ്ട് രജിസ്ട്രേഷൻസ് 8-ാം തീയതി മുതൽ, നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്താ പറയുക, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇപ്പം ഏജ് ലിമിറ്റും കാര്യങ്ങളും, അതിനോട് ഒരുപാട് പേര് ചോദിക്കും, ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഏജ് ലിമിറ്റ് ഉണ്ടോ. ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മൾക്ക് കല പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മൾ പഠിക്കണം. നമ്മുടെ എന്താ പറയുക, ഇഷ്ടങ്ങളെല്ലാം നമ്മൾ അങ്ങനെ അത് ചെയ്ത് തന്നെ നമ്മൾ തീർക്കണം. അല്ലാതെ ഒന്ന് മനസ്സിൽ വെച്ചാൽ എന്താ, ഇപ്പം സാഹചര്യം കൊണ്ട് പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു അവസരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഠിക്കുക. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ അടുത്ത് പഠിക്കാൻ വരുന്ന അമ്മമാരിൽ പകുതി പേര് എൻ്റെ അടുത്ത് പറയും, കുറേ അമ്മമാർ എൻ്റെ അടുത്ത് പറയും, അയ്യോ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പ് ക്ലാസ് എടുക്കണം ആര്യ, അതൊന്ന് വേഗം തീർക്കണം എന്നൊക്കെ പറയും. സോ അങ്ങനെയൊക്കെ സാഹചര്യമുള്ള ആൾക്കാർ. പക്ഷേ ഐ എം വെരി ഹാപ്പി ദാറ്റ് ദേ ആർ ഫൈൻഡിങ് ദെയർ ഓൺ ടൈം. അപ്പോൾ ഹസ്ബൻഡ് വരുന്നതിന് മുമ്പാണെങ്കിലും അവരതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതൊരു വലിയ കാര്യമാണ്. അപ്പം അതുപോലെയൊക്കെ പഠിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. സോ പ്ലീസ് ഡു കം. വർക്കിംഗ് വുമൻസിനും എല്ലാവർക്കും വന്ന് സന്തോഷമായിട്ട് പഠിച്ചിട്ട് പോവാം. മോഹിനിയാട്ടം മാത്രമാണ് ഞാൻ എടുത്തെടുത്തത് പറയുവാണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എല്ലാം കൂടെ ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ആര്യ മോഹനം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിന് വേണ്ടി മാത്രമുള്ളൊരു കളരിയാണ്. സോ ഇഷ്ടമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും നാളെ മുതൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ കൈലാസ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ വരുന്നത്. ഈ മാസം 25-ാം തീയതിയാണ് ഉദ്ഘാടനം ഉണ്ടാകുന്നത്. ആർക്ക് വേണമെങ്കിലും വരാം.
ഓക്കെ, നോ ലിമിറ്റേഷൻസ്. ആർക്ക് വേണമെങ്കിലും വരാം, വന്ന് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം, നമ്മളോട് സംസാരിക്കാം, ഡീറ്റെയിൽസ് ഡയറക്റ്റ് എൻക്വയറി നടത്താം, നമ്മൾ അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങളോടൊന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ടെമ്പിൾ ഓർണമെന്റ്സിൻ്റെയും കൂടെ എന്താ പറയുക, ഒരു റെൻ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ടെമ്പിൾ ഓർണമെന്റ്സ് വേണ്ട ആൾക്കാരാണെങ്കിൽ അതും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കയ്യിലുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓൺലൈനിൽ കൂടെ എൻക്വയറി ചെയ്യാനാണെങ്കിൽ ഐ വിൽ ഗീവ് ദ നമ്പർ. താഴെ ഞാൻ നമ്പറും കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒഫീഷ്യൽ പേജായ ആര്യ പാർവതി എന്ന് പറഞ്ഞ പേജുണ്ട്. ആര്യ മോഹനം എന്ന് പറഞ്ഞ പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിൽ വേണമെങ്കിലും ടെക്സ്റ്റ് ചെയ്തോളൂ, ബട്ട് ഐ പ്രിഫർ ആര്യ മോഹനം. ആര്യ മോഹനം എന്ന് പറയുന്ന ഈ പേജിൽ നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റും. മെയിൽ ID എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാം. ഏത് തരത്തിലാണോ നിങ്ങൾക്ക് ബന്ധപ്പെടാനോ ആക്സസിബിൾ ആവുന്നോ നോക്കുക, അത് നിങ്ങൾ ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇപ്പം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. വൈക്കത്താണ്. അപ്പോൾ ഓൾ ആർ വെൽക്കം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത്രയും നാളും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു പുതിയ ജേർണി നമ്മൾ ആരംഭിക്കുകയാണ്. അതിലും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. എന്താ പറയുക, വരുന്നവരെ നമുക്ക് 25-ാം തീയതി കാണാം. അല്ലാത്തവർ പിന്നീട് നമുക്ക് കാണാം. എല്ലാവരെയും നമുക്ക് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, നമ്മൾ ഇത്രയും വളർത്തിയ ആൾക്കാരെ എല്ലാവരെയും കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ, എല്ലാവരെയും കാണാനൊന്നും പറ്റുമെന്നല്ലോ. പക്ഷേ നിങ്ങൾക്കൊക്കെ 25th നമ്മുടെ ഇനാഗുറേഷനുള്ള വെൽക്കം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളോടാണല്ലോ ആദ്യം പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. അപ്പം ഞാനൊരു ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, നമ്മളൊരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ എം വെരി എക്സൈറ്റഡ്. എന്താ പറയുക, എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് നേരിട്ട് തന്നെ പഠിപ്പിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരൂ, നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.